നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. അഴിമതിയുടെ കാര്യത്തിൽ ചക്കിക്കൊത്ത ചങ്കരൻ എന്ന പോലെയാണ് കോൺഗ്രസും CPM. ഇരു പാർട്ടികളും ഒപ്പത്തിനൊപ്പം നിൽക്കും. അതായത് CPM കോൺഗ്രസിന്റെ അഴിമതി പഠിച്ച് കോൺഗ്രസിനേക്കാൾ മുന്നോട്ട് പോകുന്നു എന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. ഈ നാട്ടിൽ എന്താണ് നടക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. മുഖ്യമന്ത്രിയുടെ മകൾ തന്നെ അഴിമതിയിൽ പ്രതിസ്ഥാനത്ത് വരുമ്പോൾ മറ്റുള്ളവർ വേറെന്ത് ചെയ്യും? ഇതൊരു രാഷ്ട്രീയ സംസ്കാരമായി മാറി. എക്സാലോജിക് വിഷയത്തിൽ പോലും അന്വേഷണം നടക്കുന്നില്ല. 2 ദിവസം മുമ്പ് ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി ED കേസിൽ വന്നിരുന്നു. സ്വർണ്ണക്കടത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനുമായിട്ടായിരുന്നു ബന്ധം. ഇതിനുശേഷമാണ് ഇപ്പോൾ MR അജിത് കുമാറിന്റെ വിഷയവും വരുന്നത്. ഇതോടെ ആകെ ആശയക്കുഴപ്പത്തിലായിരിക്കുന്ന ജനങ്ങളാണ്. അക്കാര്യത്തിൽ സംശയം വേണ്ട. ഈ സമയത്ത് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ മാറ്റം വേണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ തൊഴിലും നിക്ഷേപവും വരുന്നില്ല. യുവാക്കൾ തൊഴിലിനായി പുറത്തു പോകുന്നു. അതിന് മാറ്റം വരണം. അതിന് BJP അധികാരത്തിൽ വന്നേ തീരുവെന്നും രാജീവ് ചന്ദ്രശേഖർ പറയുന്നു. മുനമ്പത്തെ പ്രശ്ന പരിഹാരം കാണാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൊണ്ട് മാത്രമേ സാധിച്ചുള്ളൂ. വഖഫ് ബോർഡിന്റെ അവകാശവാദങ്ങളിൽ നിന്നും തങ്ങളുടെ സ്വത്തുക്കൾ സംരക്ഷിക്കുന്നതിനായി കഴിഞ്ഞ 6 വർഷമായി പോരാടുന്ന മുനമ്പത്തെ 610 കുടുംബങ്ങൾ നേരിടുന്ന ദീർഘകാല പ്രശ്നങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരിഹരിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുനമ്പത്തെ നിവാസികളുടെ ദുരവസ്ഥ പരിഹരിക്കാൻ കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവോ പാർട്ടിയോ ആത്മാർത്ഥമായി ശ്രമം നടത്തിയിട്ടില്ല. 6 വർഷമായി ഈ കുടുംബങ്ങൾ അവരുടെ ഭൂമിയും വീടും സംരക്ഷിക്കാൻ പോരാടുകയാണ്. പക്ഷേ ആരും സഹായിക്കാൻ മുന്നോട്ട് വന്നില്ല. പ്രശ്നം പരിഹരിക്കുന്നതിനായി വഖഫ് നിയമം ഭേദഗതി ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJPയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ മാത്രമാണ് മുന്നോട്ട് വന്നതും പരിഹാരം കണ്ടതും. ക്രിസ്ത്യാനികളായ മുനമ്പം ഗ്രാമത്തിലെ ഭൂരിഭാഗം നിവാസികളും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി പ്രക്ഷോഭത്തിലാണ്. രജിസ്റ്റർ ചെയ്ത ആധാരങ്ങളും ഭൂനികുതി അടവ് രസീതുകളും ഉണ്ടായിരുന്നിട്ടും വഖഫ് ബോർഡ് തങ്ങളുടെ ഭൂമിയും സ്വത്തുക്കളും നിയമവിരുദ്ധമായി അവകാശപ്പെടുന്നു എന്നും അവർ ആരോപിച്ചു. CPMഉം കോൺഗ്രസും പ്രീണന രാഷ്ട്രീയത്തിൽ ഏർപ്പെടുകയായിരുന്നുവെന്നും രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചു. പുതിയ നിയമം മുനമ്പത്തെ ജനങ്ങൾക്ക് ഗുണം ചെയ്യില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇപ്പോൾ പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.